അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഇട്ടിട്ടില്ല. ഇന്ന് ഞങ്ങളൊരു വീഡിയോസ് ഇടാൻ കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ഗസ്റ്റ് വന്നിരിക്കണേ. ഗസ്റ്റ് എന്ന് വെച്ചാൽ നില്ലടി നില്ലടി കുയിലേ നീ ചൊല്ലടി ചൊല്ലടി മയിലേ സാർക്ക് ബാക്കി പാടിക്കണേ. എന്നെ നിനക്കിഷ്ടമല്ലയോ, എന്നോട് സ്നേഹമില്ലയോ, എന്നും എൻ്റെ സ്വന്തമാകുവാൻ എൻ്റെ കൂടെ പോരുകില്ലയോ. നില്ലടി നില്ലടി കുയിലേ നീ ചൊല്ലടി ചൊല്ലടി മയിലേ. നിസാർക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോണ പോക്കിൽ ഒരൊറ്റ കോളാ. ഷാനാസ എവിടെ ഉണ്ട്? ഇതാ മങ്കടുണ്ട്. ടക്കനെ മങ്കട വഴി പോയപ്പോൾ നേരെ പൊക്കിയിട്ട് വീട്ടിൽ കയറ്റിക്കാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ പുതിയൊരു പ്ലാനിങ് കഴിക്കുന്നില്ല. ഞാൻ ഷാനവാസിന്റെ വീട്ടിലേക്ക് വന്നാണ്. അപ്പോൾ പിന്നെ പണ്ട് എന്താ പറയുക, ഒരുപാട് ഹിറ്റായ സംഭവമാണ് ശുക്കൂർ സുന്ദരന ഒരു വല്ലാത്ത സംഭവമാ. അപ്പോൾ അത് ഒന്നുകൂടി രണ്ടാമതായിട്ട് എൻ്റെ ഒരു സ്റ്റൈലിൽ രചനയിലും സംഗീതത്തിലും ആ ഒരു വെറൈറ്റി സാധനം ഡി ജെ ചെയ്യാൻ ഉദ്ദേശിച്ച് അങ്ങനെ അയാൾ പ്ലാൻ ചെയ്തിട്ട് സംസാരിച്ചു ഒരാഴ്ച മുമ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിൻ്റെ ഒരു തുടക്കത്തിനായിട്ട് വന്നിരിക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം, അനുഗ്രഹം ഉണ്ടാകണം. ഇത് വലിയ ഒരു എന്താ പറയുക കഴിവുള്ള കലാകാരനാണ്. കുറച്ച് എന്താ പറയുക അവൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ കുറച്ചൊന്ന് വൈഡായി പോയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും നിറഞ്ഞ സപ്പോർട്ട് ഉണ്ടാകണം. എൻ്റെ മോഹമാണ് സജന നില്ലടി നില്ലടി കുയിലെ ഫാസില ഫാസില ചെമ്പകച്ചേലുമായി കുഞ്ചിൽ പെണ്ണാണ് നീ എൻ്റെതല്ലേ ഞാൻ നിൻ്റെതല്ലേ മുല്ല പോലെ മുത്തുപോലെ അങ്ങനെ ഒത്തിരി പാട്ടുകൾ ഇഷ്കിന്നിലാവേ ഒരുപാട് പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പാട്ടും നിങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു പ്രതീക്ഷ ഇല്ല ഷാനവാസ്? ഇൻഷാല്ലാ ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹിറ്റൊന്നും അവകാശപ്പെട്ടു ഞങ്ങൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങളൊരു വർക്ക് ചെയ്യാം. ഒരു ടീം നിസാർഖാൻ്റെ നിസാർക്കും ഷാനാസും കൂടിയിട്ട് ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ നോക്കുക. എന്തായാലും ഞങ്ങൾ പരിശ്രമിക്കാം. ബാക്കിയൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഞങ്ങൾ മുത്തുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഇൻഷാല്ലാ ഇപ്പോൾ ഓൾറെഡി നമ്മൾ റാപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടല്ലോ. റാപ്പ് കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൊജക്റ്റ് പ്ലാനിങ് ആയി അല്ലേ? നിസാർക്ക് ഞാനും കൂടി ഒരുമിച്ചൊരു പ്രൊജക്റ്റ് നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം. ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു കഴിവില്ല കലാകാരന്മാരൊന്നുമല്ല. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ ചിരിപ്പിക്കാനോ ചിന്തിപ്പിക്കാനോ ചെറുതായിട്ടൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതന്നെ വലിയൊരു ഭാഗ്യം എന്നില്ല വിചാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങളെ ഓരോ വർക്കും ചെയ്യാൻ പ്രോത്സാഹനവും സപ്പോർട്ട് ഇങ്ങനെ കിട്ടുമ്പോഴുള്ളൂ. അരിപ്പോ തിരിപ്പോ എന്നുള്ള ആൽബത്തിൽ ഞങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ട്. അരിപ്പോ തിരിപ്പോ അതേപോലെ തന്നെ വേറെ കുറേ വർക്കുകൾ ഇപ്പോൾ സജീറിൻ്റെ കുറേ സംഭവങ്ങൾക്കൊക്കെ ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതാ കുറേ കാലങ്ങളായിട്ട് ഇപ്പോൾ നമ്മൾ ഈ CD മാർക്കറ്റിൽ ഔട്ട് ഓഫ് ഫാഷൻ വന്ന് കാർ റീഡർ പെൻഡ്രൈവ് ഒക്കെ വന്ന് ഈ രംഗം അടക്കി വാഴുന്നപ്പോൾ ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർക്ക് ഈ സാധനം അപ്ലോഡ് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ മാർഗം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ പുതിയ മേഖലകൾ വന്നു. പിന്നെ എന്താ പുതിയ അപ്ഡേഷൻ, അതായത് യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അതുപോലുള്ള മേഖലകളിലൂടെ ഇത് ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ സിംഗേഴ്സിൻ്റെ MP3 ആണ് ഇപ്പോൾ 40 അങ്ങനെ ഏതൊരു ആപ്പ് ഉണ്ടല്ലോ 40 മുത്തെന്താ പിന്നെ ആപ്പിൽ പേര് സ്പോട്ടിഫൈ പോലെ 40 ശതമാനം ആപ്പുകൾ ഓൾറെഡി MP3 ഗാനങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിങ്ങിൽ ഒരുപാട് ബിസിനസ് സാധ്യതകളും നിലനിന്ന് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നല്ല പ്രൊജക്റ്റുകളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ വരാമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എന്തായാലും ഇപ്പോൾ ഓൾറെഡി ഇവിടെ മുത്തും കുട്ടികളോടോ ഏതോ ഒരു പാട്ട് നിസാർക്കാൻ്റെ പ്ലാനിങ്ങിൽ സാധനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞ് വരികയാണ്. പാറൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഷൊർണൂരിനടുത്ത് അങ്ങോട്ട് പോയിട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ കുട്ടിയാണ് വിളിച്ചതാണ്, ഫാമിലി കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മൊത്തം ഷാനവാസിനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നമ്മളെ ശുക്കൂർ സുന്ദരൻ അവനൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഈ സംഭവമായി മാറാൻ കിടക്കുകയാണ്. DJ വരാൻ കിടക്കുന്നത്. അതെ, നല്ല DJ ആണ്. കാരണം നമുക്ക് എല്ലാവർക്കും കരോക്കെ ഇട്ടിട്ട് എവിടെയും പാടാൻ പറ്റുന്ന രീതിയിൽ ഒരു പൊളി സാധനം. ഞാൻ അങ്ങനെയാണ് എല്ലാ പാട്ടുകളും ചെയ്യും. എൻ്റെ പാട്ടിൽ ഏത് കുട്ടിക്കും പാടാൻ പറ്റും. അങ്ങനത്തെ ഒരു കമ്പോസിംഗ് ആണ്. അതുകൊണ്ട് ഇതും അങ്ങനെ തന്നെ ആയിരിക്കും. വിജയിക്കട്ടെ, പ്രാർത്ഥിക്കും. അപ്പോൾ എല്ലാവരും മാസലാമ.